നെയ്യാറ്റിൻകര വെള്ളറട കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകന് ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ പങ്കുണ്ടായിരുന്നുവെന്ന് കുടുംബത്തിന് സംശയം. അന്വേഷണ പരിധിയിൽ ഇതും കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചു. സംഭവത്തിൽ കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? അവളും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവളുടെ ഡാഡി ഉപദ്രവിക്കുന്നൊക്കെ. അവളും കരഞ്ഞു വിളിച്ചുകൊണ്ടൊക്കെ വരും, എന്നാലും വിടയൊന്നുമില്ല. അപ്പോഴും ഈ പോയത് ഈ അവസാനം ഈ എറണാകുളത്താണ് അപ്പോഴപ്പോഴാണ് പോണതൊക്കെ. എറണാകുളത്ത് പോയാൽ എപ്പോഴും താല്പര്യമുണ്ട്. ഇന്ന് ഒരു സാധനം ഫോണായാലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളായാലും നമുക്ക് തൊടാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. പ്രജനെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവനിൽ പല തെറ്റായ മാർഗങ്ങളും അവൻ സ്വീകരിച്ചിരുന്നു എന്ന് അറിയാൻ കഴിയുന്നത്. അവൻ്റെ പിതാവിനെ കൊന്നതിന് ശേഷം പോലീസുമായി അവൻ്റെ മുറി പരിശോധിക്കുമ്പോൾ വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ മുറിക്കുള്ളിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ആ മുറിയിൽ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് പലതരത്തിലുള്ള ആഭിചാര ക്രിയകൾ നടത്തുന്ന രീതിയിൽ കളിമണ്ണുകൾ, മറ്റ് ശില്പങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ അതിനകത്ത് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ഒരു മുടി കട്ട് ചെയ്താൽ നമ്മളതൊക്കെ ഒരു വീട്ടിനകത്ത് സൂക്ഷിക്കാറില്ല. പ്രത്യേകിച്ച് ഒരു MBBS പഠനം പൂർത്തീകരിച്ച് വരുന്ന ഒരു മകനെ സംബന്ധിച്ച് ഇത് സ്വന്തം മുടി അത് പൂർണ്ണമായും വെട്ടി മുറിയുടെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പലതരത്തിലും ഞെട്ടിച്ചു. അവൻ്റെ ആ റൂമിൽ ഒരു ചിട്ടയില്ലാതെയുള്ള സാധനങ്ങൾ അലസ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോൾ വാസ്തവത്തിൽ പ്രജിൻ്റെ റൂമാണോ ഇത് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങളതൊക്കെ പരിശോധിച്ചത്. പക്ഷേ ഇപ്പോൾ അവൻ ഈ കർത്തവ്യം ചെയ്ത് പിതാവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം സ്റ്റേഷനിൽ പോയി പറഞ്ഞത്, പോലീസുകാർ ചോദിച്ചപ്പോൾ നീ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി എന്ന് പറയുന്നത് മാതാപിതാക്കൾ അവനെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല, മുറിയിൽ പൂട്ടിയിട്ടാണ് അവനെ വളർത്തുന്നത് എന്നതാണ് അവൻ കൊടുത്ത മൊഴി. വാസ്തവത്തിൽ അത് തെറ്റാണ്. ഞാൻ ഈ കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബ ബന്ധുവാണ്. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രജിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കാര്യത്തിന് 1 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പിതാവ് എൻ്റെ ഭവനത്തിൽ വന്ന് ഞാനുമായി സംസാരിച്ചു. അതിലൊരു ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടൽ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ തെറ്റായ വഴിയിലേക്ക് ചിന്തിച്ചിറങ്ങിയിരിക്കുന്നത് ഇവൻ വീട്ടുകാരെ ഭയപ്പെടുത്തി സിനിമ അഭിനയം പഠിക്കാൻ എനിക്ക് 1.5 ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചു. വാസ്തവത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നിട്ടല്ല, അവരത് മറിച്ചവന് കൊടുത്തു. അവൻ പോയി. ഇതുപോലെ 10,000 ആയാലും 1000 ആയാലും അവൻ ചോദിക്കുന്ന സമയത്ത് അവന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ഒരു വയലൻ്റായി വീട്ടിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ മാതാപിതാക്കളെ അവൻ വീട്ടിന് പുറത്താക്കി, രാത്രി ആക്കി വാതിൽ പൂട്ടി. അവർ വരാന്തയിലാണ് കിടന്നത് രാത്രി വരെ. എന്നിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ വന്ന് കതവ് തുറന്നു കൊടുത്തു. എന്താണ് കാര്യം ഇതിൻ്റെ പിന്നിൽ? അപ്പോൾ ഞങ്ങളിപ്പോൾ ബലമായി സംശയിക്കുന്നു ഇവൻ എറണാകുളത്തെ ഏതോ ഒരു ലോബിയുമായി ബന്ധപ്പെട്ട് ചില ആഭിചാര ക്രിയകളിൽ ഇവൻ അകപ്പെട്ടു. അത് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന നിലയിൽ ഇവൻ്റെ രീതി അനുസരിച്ച് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അത് ഇവൻ മുഖാന്തരം വീട്ടുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കാം സമ്പാദിക്കാമെന്നുള്ള തരത്തിൽ ഒരു ലോബി ഇവനെ വെച്ച് പ്രയോഗിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയം. അപ്പോൾ അതിന് പോലീസുകാരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്.
ഇത് പോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് മറ്റ് ഒരു സംശയം കൂടുതൽ ഉടലെടുക്കുന്നത്, ഏറ്റവും നല്ല വിലപിടിപ്പുള്ള 60,000-ൽ പരം രൂപ വിലയുള്ള ഐഫോൺ ഇവന് വാങ്ങിക്കൊടുത്തു. ചോദിച്ചു, അതും വാങ്ങിക്കൊടുത്തു. അത് ഈ മരണപ്പെടുന്നതിന്, ഈ പിതാവിനെ കൊല്ലുന്നതിന് 3-4 ദിവസത്തിന് മുമ്പ് അതിൻ്റെ ഫോർമാറ്റ് എല്ലാം അത് ഒഴിവാക്കി ഫോണിനെ മാത്രം, അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫോൺ മാത്രം കൊണ്ട് അമ്മയെ ഏൽപ്പിച്ചു. ഇതെനിക്കിനി വേണ്ട, ഇത് അമ്മ ഉപയോഗിച്ചോളണം എന്ന് പറഞ്ഞ് കൊടുത്തു. അമ്മയാണോ പപ്പയോ ഉപയോഗിച്ചോളണം എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്, ആ ഫോൺ പോലീസ് അധികാരികൾ പരിശോധിക്കണം. അതിനകത്തുള്ള മെസ്സേജുകൾ, അതിൽ വന്നിട്ടുള്ള ഫോൺ കാളുകൾ അത് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഈ കുടുംബാംഗങ്ങളായ ഞങ്ങളുടെ സംശയങ്ങൾക്ക് അതിന് ഉത്തരം ലഭിക്കുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഈ കൊലപാതകം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ മൃഗീയമായി ഒരു ക്രിമിനൽ കുറ്റവാളി ചെയ്യുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് ആ പിതാവിനെ ഈ മകൻ കഴുത്തറുത്താണ് കൊന്നിരിക്കുന്നത്. ഭീകരമായി തന്നെയാണ് കൊന്നത്. അത് ഈ സാത്താൻ സേവ ചെയ്യുന്ന അത്തരം ക്രിയകൾ നടത്തുന്നവർ, എൻ്റെ അറിവ് അനുസരിച്ച്, എനിക്ക് ലഭിച്ച അറിവനുസരിച്ചാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ളവർ ഇത്തരത്തിൽ അപകടകരമായ കാര്യങ്ങൾ ചെയ്യും എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രജനെ ഉപയോഗിച്ച് ഈ സാത്താൻ സേവയിലെ അംഗങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് കുടുംബാംഗങ്ങളായ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ അന്വേഷിക്കണം, അന്വേഷിച്ച് വേണ്ടത് ചെയ്യണം. ഞങ്ങൾക്ക് സംശയം ഇപ്പോൾ കൂടുതലുണ്ടാകാൻ കാര്യം, അവൻ്റെ മുറി അത് ഒരു സ്വകാര്യ മുറിയാണ്. ആ മുറിയിൽ ഈ മാതാപിതാക്കൾക്ക് അതിനകത്ത് പ്രവേശനമില്ലായിരുന്നു. ഇപ്പോൾ ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആ മുറി തുറന്നത്. ആ മുറി തുറന്ന് അകത്ത് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ആ മുറിക്കുള്ളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. പലതരത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ അതിൽ ലോട്ട് പ്രവേശിച്ച ഒരു വ്യക്തിയുടെ റൂം ഇത്തരത്തിലാകാൻ പാടില്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന കാര്യമാണ്. അത് കണ്ടപ്പോൾ തന്നെ രക്ഷകർത്താക്കളായ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായ ഞങ്ങൾക്കെല്ലാം വളരെ പ്രയാസം തോന്നി. അതിൽ ഞങ്ങൾക്ക് സംശയം ഉളവാകുന്നത്, ഇവൻ അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾ, അത് ഈ സിഗരറ്റ് തന്നെയാണ് പ്രധാനം. അത് പുറം ലോകം അറിയാതെ, പ്രത്യേകിച്ച് ഇവൻ്റെ മാതാപിതാക്കൾ പോലും അറിയാതെ ഏകദേശം 1 വർഷത്തോളം ഉപയോഗിച്ച ആ സിഗരറ്റ് പാക്കറ്റ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് മാത്രമല്ല, ഇത് ഇവൻ ഉപയോഗിച്ചിരുന്ന ഈ സമയത്തൊക്കെയും അസമയങ്ങളിൽ രാത്രി 12 മണിക്ക് ശേഷം പോലും ഈ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകും. ഈ മാതാപിതാക്കളോട് ഈ വീട്ടിലുള്ളപ്പോൾ തന്നെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാറുണ്ട്. അപ്പോൾ ഇവർ എന്തിന് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല, ഉത്തരമില്ലാതെ ഇവൻ ഇറങ്ങിപ്പോകും. അപ്പോൾ അവനാണ് ബുദ്ധിപൂർവ്വം പോലീസിന് മൊഴി കൊടുത്തത് വീട്ടിൽ അവന് സ്വാതന്ത്ര്യമില്ല എന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സംശയം ഇപ്പോൾ എത്തി നിൽക്കുന്നത്, ഇവനെ ഈ നിലയിൽ എത്തിച്ച് കൊല ചെയ്യാൻ സാമ്പത്തികമായ ഇടപാട്, ഇവൻ മറ്റാരെങ്കിലും അധികമായ സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടെത്തണം എന്നുള്ളതാണ് പോലീസ് അധികാരികളോട് ഞങ്ങൾക്ക് കുടുംബമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ബ്ലാക്ക് മെയിൽ. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കി ഇവനെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ, കുടുംബത്തിലെ അപ്പനെയും അമ്മയും ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും അതുതന്നെയാണ്. ഞങ്ങൾക്ക്
ഈ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ഒരു പിതാവെന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ച ഒരു പിതാവിനെയാണ് നഷ്ടപ്പെട്ടത്. തുടക്കത്തിലെ എനിക്ക് പറയാനുള്ളത്, ഈ അനുഭവം മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ സംഭവം നടന്ന ആ ദിവസം മുതൽ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ ലോകത്ത് പല സംഭവങ്ങൾ നടക്കുന്നുവെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി മാറി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു നാടിനെ നടുക്കിക്കൊണ്ട് വെള്ളറട കിളിയൂർ സ്വദേശിയായ ജോസ് എന്ന 70-കാരനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൃത്യത്തിനു ശേഷം ജോസിന്റെ മകൻ പ്രജിൻ ജോസ് എന്ന 28-കാരൻ വെള്ളറട പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. തന്റെ സ്വൈര്യ ജീവിതത്തിൽ മാതാപിതാക്കൾ തടസ്സം നിൽക്കുന്നു എന്ന മൊഴിയോട് കൂടിയായിരുന്നു സ്വന്തം വാഹനത്തിൽ പ്രജിൻ വെള്ളറട പോലീസിൽ ഹാജരായത്. എന്നാൽ തുടർന്ന് നടത്തിയ പരിശോധനകളിലും മാതാപിതാക്കളും ബന്ധുക്കളും നൽകിയ മൊഴികളിലാണ് ആശങ്ക ഉയർത്തുന്നത്. ചൈനയിലെ വുഹാനിൽ MBBS പഠിക്കുകയായിരുന്നു പ്രജിൻ ജോസ്. കൊറോണ സമയത്ത് നാട്ടിലെത്തുകയായിരുന്നു. നാട്ടിലെത്തിയ സമയം മുതൽ പതിവ് രീതികളിൽ നിന്ന് മാറി ഏകനായി നടക്കുകയായിരുന്നു പ്രജിന് താല്പര്യം. ഈ കാലയളവിലൊക്കെ ആവശ്യപ്പെട്ട തുകകൾ എല്ലാം നൽകിക്കൊണ്ട് പ്രജിന് പ്രത്യേകം പരിചരണം നൽകാൻ കുടുംബം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ പോയി സിനിമ പഠിക്കണമെന്നും ഇതിലേക്ക് 1.5 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട പ്രജിന് ഈ തുകയും കുടുംബം നൽകി. എന്നാൽ എറണാകുളത്ത് നിന്ന് തിരികെ എത്തിയ പ്രജിന്റെ രീതി കൂടുതൽ നിഗൂഢമാവുകയായിരുന്നു. പ്രജിൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീടിന്റെ 2ാമത്തെ നിലയിലായിരുന്നു. മാതാപിതാക്കൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു. അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്ത് ഉൾപ്പെടെ പോകുന്ന പ്രജിൻ എപ്പോഴെങ്കിലുമാണ് തിരികെ വരുന്നത്. ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവം ചെയ്യുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രജിന്റെ മുറിയിൽ കുടുംബാംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന മുടികളും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. കൊലപാതകം നടത്തുന്നതിന് 4 ദിവസം മുമ്പ് ഐഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കൾക്ക് തിരികെ ഏൽപ്പിച്ചു. ഇതിന് തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞായിരുന്നു തിരികെ നൽകിയത്. ശരീരത്തിലെ രോമങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം കൃത്യത്തിന് തയ്യാറാവുകയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ സംശയിക്കുന്നുണ്ട്. സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മ സംഘങ്ങളിൽ മകൻ പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തി നൽകണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.